ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തമർ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ടിക്ടോക്കിലൊരു വീഡിയോ ചെയ്തിരുന്നു. ജോർജിയയിൽ പോകുന്നതിനെക്കുറിച്ചുള്ള അതും പിന്നെ ജോർജിയയിൽ എങ്ങനെ പ്രോപ്പർട്ടി വാങ്ങാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റുകൾ ഇട്ടിരുന്നു. അതിലൊരുപാട് കമൻറ്റുകളും പല ചോദ്യങ്ങളായിരുന്നു. വീണ്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ ഇനി അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നറിയില്ല. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി വീണ്ടും ഒരു ചെറിയ വീഡിയോ കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്, ഞാൻ ആ ജോർജിയനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് ഒന്നും കൂടി വിശദമായിട്ട്, അതായത് ജോർജിയയിലെ എല്ലാ മേഖലകളെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ജോർജിയ എന്ന് പറയുന്ന രാജ്യം, പിന്നെ നമ്മളെ അമേരിക്കയിൽ ഒരു സ്റ്റേറ്റ് ഉണ്ട്, അറ്റ്ലാന്റ ജോർജിയ എന്ന് പറഞ്ഞാൽ. ഈ രാജ്യമായിട്ട് പലപ്പോഴും പല ആൾക്കാർക്കും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ജോർജിയ എന്ന രാജ്യം പിന്നെ റഷ്യക്ക് താഴെയായിട്ടും പിന്നെ തുർക്കി, അസർബൈജാൻ, അർമീനിയ എന്നിവയ്ക്കും ഇടയിലായിട്ടും കിടക്കുന്ന ചെറിയൊരു രാജ്യമാണ്. പടിഞ്ഞാറ് കരിങ്കടലാണ്. അപ്പോൾ തിബിലിസിയാണ് ജോർജിയയുടെ തലസ്ഥാനം. പിന്നെ അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് കാർത്തൂലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഷയാണ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കന്നഡയൊക്കെ എഴുതിയ പോലെ ഉണ്ടാവും. ഇത് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ വവ്വൽസ് വളരെ കുറവാണ്. സാധാരണ മെയിൻ ലെറ്റേഴ്സ് ഒരു 3-4 എണ്ണം കഴിഞ്ഞിട്ടാണ് ഒരു വവ്വൽസ് വരുന്നത്. അതിൽ പിന്നെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1991 വരെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നത് കൊണ്ട് ഒരു 40-45 വയസ്സിന് മുകളിലുള്ളവർ റഷ്യൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഈ റഷ്യൻ ഭാഷ അറിയില്ല എന്നതാണ് സത്യം കേട്ടോ. ഈ രാജ്യത്തിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൻ്റെ 2 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ്. പക്ഷേ എന്നാലോ ജനസംഖ്യയുടെ കാര്യത്തിൽ കേരളത്തിലെ ജനത്തേക്കാൾ 10-1 മാത്രമാണുള്ളത്. ഇനി ജോർജിയയിലെ കറൻസി എന്ന് പറയുന്നത് ലാറിയാണ്. പിന്നെ US-ൻ്റെ ഡോളറും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ലാറി എന്ന് പറയുന്നത് ഇന്നത്തെ ഏകദേശ കണക്കനുസരിച്ച് നമ്മൾ ഇന്ത്യയിലെ കമ്പയർ ചെയ്യുമ്പോൾ 24 രൂപയാണ് ഒരു ലാറി എന്ന് പറയുന്നത്. അപ്പോൾ തിബിലിസി കൂടാതെ മറ്റ് സിറ്റി എന്ന് പറയുന്നത് ബത്തൂമിയാണ്. പിന്നെ അതുകൂടാതെ ബർജൂമി ഉണ്ട്, കുട്ടൈസി ഉണ്ട്, ഗോറി ഉണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജിയ എങ്ങനെ വിസിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ജോർജിയയിലേക്ക് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ GCC കൺട്രി എന്നുള്ളവർക്കാണെങ്കിൽ അവരുടെ റെസിഡൻഷ്യൽ പെർമിറ്റ് മാത്രം മതി. സൗദിയിൽ നിന്നാണെങ്കിൽ ഇക്കാമ, പിന്നെ എക്സിറ്റ് എൻട്രീൻ്റെ കോപ്പി വെക്കണം. പിന്നെ കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. കോവിഡ് ടെസ്റ്റ്, പിന്നെ 2 ഡോസ് വാക്സിൻ എടുക്കണം, പിന്നെ PCR ടെസ്റ്റ് എടുക്കണം. ഇനി 2 ഡോസ് വാക്സിൻ നിങ്ങൾ എടുത്തിട്ടില്ല, ഒറ്റ ഡോസേ എടുത്തിട്ടുള്ളൂ എങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്നതിന് ശേഷം 3ാമത്തെ ദിവസം ഒരു PCR കൂടി എടുത്താൽ മതി. ഇനി പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, UAE നിന്ന് എങ്ങനെയാണ് പോവുക, കുവൈത്തിൽ നിന്ന് എങ്ങനെയാണ് പോവുക, ഒമാനിൽ നിന്ന് എങ്ങനെയാണ് പോവുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ GCC കൺട്രീസിൽ നിന്ന് പോകുന്ന എല്ലാവർക്കും അവരുടെ റെസിഡൻഷ്യൽ പെർമിറ്റ് മാത്രം മതി. 6 രാജ്യങ്ങളാണ് GCC കൺട്രിയിൽ പെടുന്നത്. അത് ഖത്തർ, കുവൈത്ത്, UAE, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ. അപ്പോൾ ഈ 6 രാജ്യങ്ങളാണ്. ഈ 6 രാജ്യങ്ങൾക്ക് പോകുന്നവർക്ക് അവരുടെ റെസിഡൻഷ്യൽ പെർമിറ്റ് മാത്രം മതി. പിന്നെ എയർലൈൻ ട്രാവൽസുകൾ മറ്റ് പേപ്പറുകൾ എന്ന് പറയുന്നത് ടിക്കറ്റിൻ്റെ കോപ്പി ചിലപ്പോൾ ചോദിക്കാൻ മതി, നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കാൻ മതി, പിന്നെ ട്രാവൽ ഇൻഷുറൻസും ചോദിക്കാം കേട്ടോ. ഇനി GCC കൺട്രി അല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ ഓൺലൈൻ പോർട്ട് വഴി അപേക്ഷിക്കാം. അതല്ലെങ്കിൽ അതത് രാജ്യത്തുള്ള ജോർജിയൻ എംബസി വഴിയും അപേക്ഷിക്കാവുന്നതാണ്. സാധാരണ വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾക്ക് അവിടെ 90 ദിവസം നിൽക്കാവുന്നതാണ്. ഇനി പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, അവിടെ പിന്നെ ഒരു ദിവസം നിൽക്കുകയാണെങ്കിൽ എത്ര ചിലവ് വരും, ഒരു ദിവസത്തെ ചിലവ് എത്രയാണെന്നൊക്കെ. അപ്പം നമ്മളെ ചിലവ് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളവിടെ പോയിട്ട് നല്ല 5 സ്റ്റാർ ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടലൊക്കെ എടുത്ത് താമസിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവുണ്ടാവും. അല്ല, സാധാരണക്കാർ ജീവിക്കും പോലെ സാധാരണ ഭക്ഷണം കഴിച്ച് അവിടുത്തെ ഭക്ഷണം കഴിച്ച് അങ്ങനത്തതൊക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു $100-150 ഡെയിലി ആയിട്ടുള്ളതേ വരുള്ളൂ. ഇനി സൗദിയിൽ നിന്നൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ടിക്കറ്റ് ഫെയർ ഒരു 2000 റിയാൽ റിട്ടേൺ അടക്കം അതുണ്ടാവുക. പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ എമിഗ്രേഷനിലെത്തുമ്പോൾ അവിടുത്തെ എമിഗ്രേഷൻ സ്റ്റാഫൊക്കെ നമ്മളോട് വളരെ നല്ല രീതിയിലാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. അത് വിചാരിച്ചിട്ട് എല്ലാം അങ്ങനെ ആവണമെന്നില്ല. ചില ഒറ്റപ്പെട്ട കേസുകളിൽ അവിടെ എത്തിയിട്ട് പിന്നെ ടൂറിസ്റ്റുകളെ മടക്കി വിട്ട ചരിത്രവും ഉണ്ട്. ഇനി ക്രിസ്മസിൻ്റെ സമയത്താണ് നമ്മൾ പോണതെങ്കിൽ നമ്മളെ പാസ്പോർട്ട് സീലടിച്ച് തരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഒരു ബോട്ടിൽ വൈനും കൂടി കിട്ടും കേട്ടോ. പിന്നെ പല ആൾക്കാരും ചോദിച്ച ചോദ്യമാണ് അവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പം ഞങ്ങൾ വിസിറ്റ് ചെയ്ത ആ സമയം ഒരു 2 മാസത്തോളം ഞങ്ങളവിടെ ചിലവഴിച്ചിരുന്നു. അത് കണ്ട് മനസ്സിലാക്കിയത്തോളം അവിടെ വിദേശികൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ പിന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭാഷ അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ബാലികാലമല തന്നെയാണ്.
അപ്പോൾ പിന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഡെവലപ്പായിട്ടുള്ള രാജ്യമൊന്നുമല്ല. പിന്നെ മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ ഉയർന്ന ശമ്പളമോ അല്ലെ വലിയ ബിസിനസ് സ്ഥാപനങ്ങളോ ഒന്നും അവിടെ ഇല്ല. പിന്നെ മെയിൻ ബിസിനസ് പറയുന്നത് ഈ ടൂറിസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്, അതും സീസണലാണ്. പിന്നെ നവംബർ മുതൽ ഒരു ഏപ്രിൽ മാർച്ച് വരെ ഈ മഞ്ഞ് വീഴുന്ന സമയത്താണ് അവിടെ ടൂറിസ്റ്റ് ബിസിനസ് നന്നായിട്ട് നടക്കുന്നത്. അപ്പോൾ ജോലി കിട്ടാൻ പിന്നെ ചാൻസ് വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് അവിടെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് ബേസ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, അതായത് ഹോട്ടൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങാം. അതും സീസണലാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് പ്രൊസീജിയേഴ്സൊക്കെ വളരെ എളുപ്പമാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജിയയിൽ എങ്ങനെ പ്രോപ്പർട്ടി വാങ്ങാം എന്നതിനെക്കുറിച്ചാണ്. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടോ നമുക്ക് അവിടെ പിന്നെ എന്ത് പ്രോപ്പർട്ടി വേണമെങ്കിലും വാങ്ങാം. അത് അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലാത്തതായിരിക്കണം എന്ന് മാത്രം. അത് വീട് വെക്കാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം. അപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ റെസിഡൻസി കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിയത് കൊണ്ട് മാത്രം നമുക്ക് റെസിഡൻസി കിട്ടണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് $100,000 US ഡോളർ വാല്യൂ ഉണ്ടായിരിക്കണം. ഈ വാല്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റർ മൂല്യനിർണ്ണയം ചെയ്യണം ഇത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ $100,000 കൊടുത്തിട്ടുണ്ടാവും. ഇത് മൂല്യനിർണ്ണയം ചെയ്യണ സമയത്ത് ഈ $100,000 ഉണ്ടായിരിക്കണം എന്നില്ല, പലപ്പോഴും കുറവാണ് കാണാറ്. അപ്പോൾ ഈ 100,000 മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നെ റെസിഡൻഷ്യലിന് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളവിടെ സാധാരണ വിസയിൽ പോയാലും നിങ്ങൾക്ക് അവിടെ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും. എന്നാൽ പിന്നെ നമ്മളവിടെ റെസിഡൻസിക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ പോണത് D ടൈപ്പ് എമിഗ്രേഷൻ വിസയിലായിരിക്കണം നമ്മളവിടെ എത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന റെസിഡൻഷ്യൽ പെർമിറ്റ് എന്ന് പറയുന്നത് 1 വർഷത്തേക്കുള്ളതാണ്. ഇത് എല്ലാ വർഷവും നമ്മൾ പുതുക്കണം. പിന്നെ 10 വർഷമായി കഴിയുമ്പോൾ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് ആദ്യം 6 വർഷമായിരുന്നു, അതേപോലെ $30,000 അതും ആയിരുന്നു. അപ്പോൾ ഈ നിയമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങളെ പ്രോപ്പർട്ടി നിങ്ങൾ മൂല്യനിർണ്ണയം ചെയ്തു, 100,000 മുകളിലുണ്ട്, പിന്നെ റെസിഡൻഷ്യക്ക് അപേക്ഷിച്ചു. ഇങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാലും ഗവൺമെൻറ്റും ചിലപ്പോൾ ഇത് പിന്നെ നിരാകരിക്കാനുള്ള പിന്നെ ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിരാകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഒരു വക്കീലിനെ ഏൽപ്പിക്കുക, അതിനുശേഷം അതിൻ്റെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിയത് കൊണ്ട് മാത്രം നമുക്ക് റെസിഡൻഷ്യൽ കിട്ടണമെന്നില്ല കേട്ടോ. ഇനി ജോർജിയയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന ജോർജിയ ഡ്രീം പാർട്ടി റഷ്യക്ക് അനുകൂലമായിട്ടും അവിടുത്തെ ജനങ്ങളും ഓപ്പോസിഷനും അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും അനുകൂലമായിട്ടുള്ളതുമാണ്. അപ്പോൾ 2008 ജോർജിയയും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായ കഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അറിയാത്തവരൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഇപ്പോഴും ജോർജിയയുടെ 2 സ്ഥലങ്ങളായ അബ്ഖാസിയയും സൗത്തേൺ ഒസേറ്റയും റഷ്യയുടെ കയ്യിലാണ്. പിന്നെ പലരും ചോദിക്കുന്നതാണ് ജോർജിയയിൽ എന്താ കാണാനുള്ളത്. ജോർജിയ എന്ന് പറയുന്ന രാജ്യം തന്നെ കാണാനേ ഉള്ളൂ. ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ വിൻ്റർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കാസ്ബാഗി, ഗുദൗരി, മേസ്ത്യ എന്നീ സ്ഥലങ്ങളൊക്കെ ഇതിന് പറ്റിയ സ്ഥലങ്ങളാണ്. നല്ല അസാധ്യ രസത്തിലുള്ള മഞ്ഞുമലകളാണ്. സ്കീയിങ് ഒക്കെ അറിയാൻ പറ്റുന്നവർക്ക് നല്ല അടിപൊളി സ്ഥലം തന്നെ പറയാം. പിന്നെ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ജോസഫ് സ്റ്റാലിൻ ജനിച്ച സ്ഥലമാണ് ഗോറി. ഈ ഗോറിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊന്ന് കാണുകയും ചെയ്യുക. പിന്നെ ഒരു അടിച്ചുപൊളി സ്ഥലം എന്ന് പറയുന്നത് ബത്തൂമിയാണ്. ബത്തൂമിയിലാണ് ബീച്ചുണ്ട്, പിന്നെ കസീനോകൾ, ചൂതാട്ട കേന്ദ്രങ്ങൾ. ഇതാണ് അവിടുത്തെ മെയിൻ പരിപാടി. പിന്നെ നിങ്ങൾക്ക് വൈൻ ഇഷ്ടമാണോ, വൈൻ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണോ, അങ്ങനെയുള്ളവർ കക്കട്ടിയിലേക്ക് പോകുക. കക്കട്ടിയിൽ ഒരുപാട് വൈൻ ടേസ്റ്റിംഗ് കേന്ദ്രങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ ബർജൂമി വാട്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? അപ്പോൾ ബർജൂമിയിലെ ആ ഒരു ചെറിയ വീഡിയോയും ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ജോർജിയയെ കുറിച്ച് ഏകദേശം എല്ലാ വിവരങ്ങളും ഞാൻ തന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംശയങ്ങളും അതേപോലെ മാറി കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക, ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.